ഹലോ കൂട്ടുകാരെ. സോ ഇന്നൊരു ചെറിയ വ്ളോഗാണ്. നമ്മൾ ഇന്ന് വീക്കെൻഡ് ആയിരുന്നു. സോ ഡിസൈഡ് ചെയ്ത് നമുക്ക് ജബീൽ പാർക്കിൽ ഒരു റംദാൻ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് വിട്ടാലോ. അങ്ങനെ ഞങ്ങൾ രാത്രി സഡൻ ഒരു തീരുമാനമായി പോയത്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് ലേറ്റാണ് പോയത്. ഇത് 1 month ഉണ്ടായിരുന്നു. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഫ്രീയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് തീരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് പോയത്. സോ നെക്സ്റ്റ് ഇയർ ആർക്കെങ്കിലും പോകാനാണെങ്കിൽ ഉപകാരപ്പെടും. ജബീൽ പാർക്കിൻ്റെ ടൈമിംഗ് ആണ് റംദാൻ്റെ. ഇത് അങ്ങനെ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്ക് എൻട്രി ചെയ്യാൻ 5 dirhams ആണ് പെർ പേഴ്സൺ. അങ്ങനെ എൻട്രി ചെയ്ത് നമ്മൾ പേ ചെയ്തിട്ട് നല്ലൊരു വ്യൂ ആണ്. ഫ്രണ്ടിൽ തന്നെ നല്ല ഒരു ചെറിയ സ്മോൾ ഫൗണ്ടൈൻ ആണ് അവർ സെറ്റാക്കിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ്. പിന്നെ പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക്. നല്ല വിശാലമായ ഒരു പ്ലേ ഏരിയ ഞാൻ ഇവിടെ കണ്ടത്. കുറേ വെറൈറ്റി ഉള്ള സംഭവങ്ങളുണ്ട്. സ്ഥിരം കാണുന്ന പാർക്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വെറൈറ്റി സംഭവങ്ങൾ ഞാനിവിടെ കണ്ട്. അങ്ങനെ എൻ്റെ മോള് ജിയ ഭയങ്കരമായിട്ട് അവിടെ എൻജോയ് ചെയ്ത്. ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പിന്നെ നമ്മൾ മാർക്കറ്റിലോട്ട് വിട്ട്. ഇതാണ് മോളിൽ കൂടെ കാണുന്നതിൻ്റെ വ്യൂ. ആക്ച്വലി ഒരു ഗ്രൗണ്ടില്ല, അത് സെൻറ്റർ ഒരു ഗ്രൗണ്ടില്ല. ഇത് മാർക്കറ്റ് ഫുൾ സെറ്റാക്കിയായിരിക്കുന്നത്. അതിന് മോളിൽ നിന്നോട് ഞാനൊരു വ്യൂ എടുത്തത്. പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള. ആകെ ലൈറ്റും പക്ക ഒരു മേള സംഭവമാണ്. പിന്നെ ഫ്രീയിൽ ടാറ്റു അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ കുട്ടികൾ. അതായത് അതിൻ്റെ റീസൺ എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഫ്രീയിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ചുമ്മാ ചെറിയൊരു ടാറ്റു ഒക്കെ സെറ്റ് ചെയ്ത് വാട്ടർ വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. കണ്ടോ, അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഒരു കൗതുകമായതൊക്കെ എനിക്കും വേണ്ടി ഒന്ന് സെറ്റാക്കി. എൻ്റെ മോളെ കണ്ടപ്പോൾ എനിക്കും ചെയ്യാൻ തോന്നി. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോഴല്ലേ നമ്മളും ഒരു കുട്ടികളാണെന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞാനും ഒരെണ്ണം സെറ്റാക്കി. പിന്നെ രസമുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് മേടിക്കാം, നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ച് മേടിക്കാം. കുറേ ഡ്രസ്സുകളുണ്ട്. ബ്യൂട്ടിഫുൾ ഇന്ത്യൻ വെയേഴ്സാണ് കൂടുതലും ഇവിടെ വെച്ച്. അത് കഴിഞ്ഞപ്പം കണ്ടോ ഫയർ വർക്ക്സ്. അത് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. നമുക്ക് ഫയർ വർക്ക്സ് കിട്ടി. ഇത് മോസ്റ്റ്ലി എല്ലാ ദിവസവും ഉണ്ട്. സോ നമുക്ക് ഇത് ലാസ്റ്റ് ദിവസം കാണാനുള്ള ഭാഗ്യമുണ്ടായി. എല്ലാ ദിവസവും ഫ്രീ. പിന്നെ ഫയർ വർക്ക്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ട് അകത്തോട്ട് അതിൻ്റെ സെൻറ്റർ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫയർ വർക്ക്സ് കണ്ട് നിന്ന് സെറ്റായി തീർന്നപ്പം ഞങ്ങൾ വിട്ട് സെൻറ്റർ പോയിന്റിലോട്ട്. അവിടെ ഇരിക്കാൻ മജിലിസും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ പുള്ളി എന്തോ ഇരുന്ന് വായിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ട് എൻ്റെ മോളുടെ ഫേവറേറ്റ് ആക്ടിവിറ്റി ആയ സ്ലൈം മേക്കിങ്ങിലോട്ട്. അതിന് 25 dirhams ആണ് ചാർജ്. അങ്ങനെ ഞാൻ പേ ചെയ്തിട്ട് കാർഡ് പേയ്മെൻറ്റും ചെയ്യാം നമുക്ക്. പേ ചെയ്ത് പുള്ളിക്ക് ഇഷ്ടമുള്ള സംഭവം, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സംഭവമാണ് അവൾ. അങ്ങനെ ഈ പരിപാടിയൊക്കെ ആയി അവൾ അവിടെ സെറ്റായിരുന്നു. ഞാൻ പതുക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങി കുറച്ച് വീഡിയോസ് എടുത്ത് അവിടെ സെൻറ്ററിൽ നടക്കുന്ന മ്യൂസിക്കും ഒക്കെ നോക്കി അങ്ങനെ ഇരുന്ന് നല്ല രസമായിരുന്നു. പിന്നെ വേറെ ഒരു പെർഫോമൻസും ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇടാം. അങ്ങനെ കുറേ നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ കുറേയൊക്കെ വീഡിയോസ് എടുത്തില്ല. എന്നാലും ചെറിയ ചെറിയ ഗ്ലിംസ് വീഡിയോസിൻ്റെ ഞാൻ ഇട്ട് തരാം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ള സംഭവങ്ങൾ. നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ളൊരു നല്ലൊരു സ്ഥലമാണ്. സോ ഈ വർഷം എന്തുവായതോ ഇത് തീർന്ന് 23 വരെ ഉള്ളായിരുന്നു. ഇനി നെക്സ്റ്റ് ഇയർ ആർക്കെങ്കിലും പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു റംദാൻ മാർക്കറ്റായത് എനിക്ക് ഫീൽ ചെയ്തത്. സോ പോവുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഗൈസ്.